ഈ അതായത് ഒരുപാട് വിദേശത്ത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പോകാറുണ്ടല്ലോ, ആ സമയത്ത് അവിടത്തെ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ? രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷമായിട്ടോ, ഒരു 10-12 വർഷം മേളിലായെന്ന് എനിക്ക് തോന്നണത് എൻ്റെ ഓർമ്മ വെച്ചിട്ട്. എറണാകുളത്ത് വലിയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഏത് ഫീൽഡ് എടുത്തോട്ടെ, ക്യാമറ എടുത്തോട്ടെ, ആർട്ട് എടുത്തോട്ടെ, ഏത് ഫീൽഡ് എടുത്താലും അവർ എല്ലാവരും ആഗ്രഹമാണ് എനിക്ക് പുറത്തൊന്ന് പോകണം, ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ ഒരു പുറത്ത് പോകണമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ട്രൂപ്പിൽ പുറത്തൊരു ഷോ വന്നു. അപ്പോൾ എല്ലാവരും കേൾക്കാം, അന്നും വലിയ ഫോണൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, വലിയ നമുക്കൊന്നും അങ്ങനെ മേടിക്കാൻ കാശൊന്നുമില്ല. പക്ഷേ വിളിക്കണൊക്കെ അടുത്ത ആൾക്കാർ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കണത്. അപ്പോൾ അങ്ങനെ ഫോണൊക്കെ ഉള്ള സമയത്ത്, വിളിക്കണ സമയത്ത് എന്നോടും പറഞ്ഞു നിൻ്റെ പാസ്പോർട്ട് ഒന്ന് കൊണ്ടുതാട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് പാസ്പോർട്ടില്ല. ഞാൻ ഓടിപ്പടച്ച് ഒരു സ്ഥലത്ത് പോയി അപേക്ഷയൊക്കെ വെച്ച് പാസ്പോർട്ട് എടുത്ത് പാസ്പോർട്ട് കൊണ്ടു കൊടുത്തു. അപ്പം അന്നേരം എൻ്റെ മനസ്സിൽ അന്നേരം തൊട്ട് ഞാൻ ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹമാണല്ലോ. അപ്പം അങ്ങനെ പാസ്പോർട്ടൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള എല്ലാവർക്കും, അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ വൈഫിനോട് പറയണു, വൈഫ് അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, അമ്മയോട് ഞാൻ പറയണു, അമ്മ എങ്ങനെ ട്രിപ്പ് വന്നോണ്ട് ഞാൻ പോവാണ്, പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ, ദുബായിക്കാണ് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് അന്ന് ബാഗൊന്നും മേടിക്കാനൊന്നും സത്യം പറഞ്ഞാൽ ക്യാഷില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ്റെ ബാഗും അന്ന് ആ പുള്ളിയുടെ ഉടുപ്പും ഒരു പാൻറ്റൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ പോണത്, ഷോയ്ക്ക് പോണത്. അപ്പോൾ എറണാകുളം ചെന്നു. അപ്പം പറഞ്ഞു, അന്നൊക്കെ പേപ്പർ വിസയാണ്, ഇപ്പോഴും പേപ്പർ വിസയാണ് തോന്നുന്നത് നമ്മൾ ദുബായിക്കൊക്കെ പരിപാടിക്ക് പോകുമ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു, രാജേഷേ ഒരു പ്രശ്നമുണ്ടല്ലോടാ, എല്ലാവരും വിസ കിട്ടി, നിൻ്റെ വിസ മാത്രം കിട്ടിയില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിലിങ്ങനെ നിൽക്കും. അപ്പം സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിൻ്റെക്ക് വിസയ്ക്ക് കൊടുത്തില്ല, നിനക്ക് പകരം വേറൊരാളെ അവർ അതിനകത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ആ പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു, എടാ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് ദൈവം ഒരു ദിവസം ഒരു അവസരം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും വിമാനത്തിൽ കയറും, അവിടെ പോകുമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വാക്ക് അതുപോലെ പൊന്നായി. ഞാൻ എന്താ പറയണേ, ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടി പറഞ്ഞാണ്. ഒത്തിരി രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഒരൊറ്റ പരിപാടി ക്യാൻസലായതിൻ്റെ പുറത്ത് ദൈവം തന്നാണെന്ന് എനിക്ക് തോന്നണത്. ദുബായിലെല്ലാ രാജ്യങ്ങളിൽ പോയി. പിന്നെ എന്താ പറയണേ, എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് അമേരിക്ക എന്ന് പറയുന്നത്, അവിടെ പോയി, ആഫ്രിക്കയിൽ പോയി, അയർലൻഡിൽ പോയി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കുവൈറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ റൂമിൽ നിന്ന് വണ്ടി കയറ്റിക്കൊണ്ട്, അപ്പോൾ 2 വണ്ടി ഒരേപോലത്തെ അവിടുത്തെ പ്രാഡോ പോലത്തെ 2 വണ്ടി ഒന്ന് കയറ്റിക്കൊണ്ട്, ഒരു വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് സിംഗേഴ്സും ഒരു വണ്ടിയിൽ ഓർക്കസ്ട്രക്കാരും കയറിപ്പോയി. അപ്പോൾ ഈ വണ്ടി ഓടിച്ച ആൾ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസുകാർ കൊണ്ട് ഈ വണ്ടി അടുത്ത് നിർത്തിയിട്ട് ഈ ലൈറ്റ് ഇട്ട് അടിച്ചപ്പോൾ നിർത്തിയില്ല ഇവര്, പുള്ളി വിട്ടടിച്ച് പോയി കഴിഞ്ഞ് 2 ഇതൊക്കെ കഴിഞ്ഞ് ചെന്നുമ്പോൾ പിന്നെ കാണാൻ ഞങ്ങളുടെ വണ്ടിയാ, 2 വണ്ടി ഓരോപോലെ ഇരിക്കണം. അപ്പോൾ സ്റ്റേജിന്റെ അടുത്തുകൊണ്ടേ വണ്ടി നിർത്തി, മറ്റൊരു ഓർക്കസ്ട്രക്കാർ നേരെ ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്കും പോയി. ഞാൻ മിമിക്രി അല്ലേ ചെയ്യണം, അപ്പോൾ എനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല, പാട്ടുകാർ പ്രാക്ടീസ് ചെയ്തിട്ട് എന്നത് ഞാൻ കാറിലിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പം പുറത്ത് അറബി വന്നിട്ട് ടക്ക് 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 എന്ന് കൊട്ടിയിരിക്കണേ. അപ്പം ഞാനിങ്ങനെ താത്തിയിട്ട് അറബി എന്നോട് എന്ന് പറഞ്ഞു എന്നോട്. എനിക്കൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷ് പോലും അറിയാൻ പാടില്ല എനിക്ക്. അപ്പോൾ അറബി പറഞ്ഞപ്പോൾ ഒട്ടും മനസ്സിലായില്ല. ക്ലാസ് സത്യപരനോട് നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പാസ്പോർട്ട് കാണിച്ചു. പാസ്പോർട്ടിൽ കുവൈറ്റിലൊക്കെ പോയാൽ വിസ അങ്ങനെ അടിക്കില്ല, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം വിസ അടിക്കുള്ളൂ, പേപ്പർ വിസയാണ്. അപ്പോൾ എൻ്റെ കൂടെ തൊട്ടഴുന്ന പെങ്കൊച്ചിന് അറബി അറിയായിരുന്നു, അവള് പേപ്പറും പാസ്പോർട്ടിന് വിസയും കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ വിസ ഇല്ലാത്തതുകൊണ്ട് എന്നെ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞത് വണ്ടിയിലേക്ക് കയറ്റി കുറച്ചിടെ അങ്ങ് കൊണ്ടുപോയി അവരുടെ സ്റ്റേഷനിൽ അവിടെ കൊണ്ടുപോയി നിർത്തി. അവിടെ നിർത്തിയിട്ട് എന്നോട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ നിൻ്റെ കാര്യം പോയി, ഇന്നിപ്പം വെള്ളിയാഴ്ച അവിടെ പ്രോഗ്രാം തുടങ്ങാം, വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ മൊബൈലിൽ ഞാൻ പാട്ട് പാടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അദ്നാൻ സ്വാമിയുടെ ഒരു വോയിസ് പാടുന്നൊരു പാട്ടായിരുന്നു. ആ പാട്ട് ഞാൻ ഈ അറബീനെ കാണിച്ചു, ഐ ആം സിംഗർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറ്റുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ വെച്ച് പറഞ്ഞ് ഞാനത് കാണിച്ചപ്പോൾ പുള്ളി യോ സിംഗർ, ഞാൻ പറഞ്ഞു യെസ് സിംഗർ. അപ്പോൾ എനിക്ക് ധൈര്യമായി, പുള്ളിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ പാടുന്ന വീഡിയോ TV-യിൽ പാടുന്ന കണ്ടോ കാണിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ഇരിക്കാൻ പറഞ്ഞു. ആക്ഷൻ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. പുള്ളിയോട് എനിക്ക് ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു. ഞാൻ വെപ്രാളം പിടിച്ചു പോയി. വെള്ളം കൊണ്ട് തന്നു, വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് എന്നെ വണ്ടി കയറ്റി. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുക, വിഷമിച്ച് സങ്കടപ്പെട്ട്. ഏതാ പരിപാടി എടുത്തേക്കണേ, വേണം വെള്ളിയാഴ്ച പ്രോഗ്രാം, എന്നെ വ്യാഴാഴ്ച പിടിച്ചോണ്ട് പോകണേ. വെള്ളിയാഴ്ച ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ ഈ പോലീസുകാർ കറക്റ്റ് സ്റ്റേജിനകത്ത് കൊണ്ടുപോയി വിട്ടു, സ്റ്റേജിൻ്റെ അവിടെ. എന്നോട് ശുക്രിയ അങ്ങനെ അറബിയിലെന്തോ പറയൂല, നന്ദിക്ക് എന്തോ സാധനം എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോയി അവര്. അപ്പൊ ഈ കണ്ട ആൾക്കാർ മൊത്തം രാജേഷ് ഇവിടെ ഭയങ്കര കണക്ഷനാണ് രാജേഷ്. നമ്മൾ വിഷമിച്ച വിഷമം അവർക്ക് പറഞ്ഞറിയാൻ പരിപാടിയുടെ ആൾക്കാർ വന്നില്ലേ സ്റ്റേഷനില്? കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അപ്പത്തേക്ക് എന്നെ അവിടെ വിട്ടു.
നമ്മുടെ വിടുവല്ല, കൊണ്ട് വിട്ടു. ആ ഫോണിലെ പാട്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ അതിനാൽ സ്വാമീനെ അന്ന് കൊറേ ഓർത്തു. അതെ, അതിനാൽ സ്വാമി അതോടൊപ്പം എന്റെ കൊച്ചു മറ്റേ പുലിയുരുകം ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു പുള്ളിയപ്പോ മനസ്സിലായി എന്തോ ഒരു ആർട്ടിസ്റ്റാന്നുള്ളത് മനസ്സിലായി. മനസ്സിലായി. കൊള്ളാം. അപ്പൊ ഈ പാട്ടും ഇത് സംഭവമൊക്കെ വെച്ച് പല നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. അതെ അതെ. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടുമോ, മിയയുടെ മാർക്കുകൾ കിട്ടുമോ എന്ന് നോക്കാം. അതെ അതെ. എന്തായാലും അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.